ചോമ്പാൽ ഹാർബറിൽ വെച്ച് സ്ഥാനാർത്ഥിയെ തന്നെ തടഞ്ഞുവെന്നും AI ഉപയോഗിച്ചുള്ള വ്യാജ പ്രചാരണം നടക്കുന്നതായും UDF RMPI സ്ഥാനാർത്ഥി KK രമ പറഞ്ഞു. ഇതിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥി KK രമയും UDF RMPI നേതാക്കളും കോഴിക്കോട് റൂറൽ SPക്ക് പരാതി നൽകി. ചോമ്പാൽ ഹാർബറിൽ വെച്ച് മോശമായ അനുഭവം നേരിടേണ്ടി വന്നുവെന്നും AI നിർമ്മിതമായ വീഡിയോകളും പോസ്റ്ററുകളുമായി വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ചോമ്പാൽ ഹാർബറിലെ പൊതുജനങ്ങൾ സ്ഥാനാർത്ഥിയെ തടഞ്ഞുവെന്നും പ്രചാരണ സമയത്ത് തടഞ്ഞുവെച്ചുവെന്നും മറ്റുമുള്ള പ്രചാരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു വരുന്നത്. ഇത് തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ വ്യക്തമായ ലംഘനമാണ്. കൂടാതെ സൈബർ നിയമങ്ങളിലെ പ്രസക്തമായ വകുപ്പുകൾ പൊതുദ്രോഹത്തിനും അപകീർത്തിപ്പെടുത്തലും ഗുരുതര കുറ്റകൃത്യവുമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഈ പോസ്റ്റുകളുടെ ഉദ്ഭവം കണ്ടെത്തി ഉടനടി നടപടികൾ സ്വീകരിക്കണമെന്നും ഈ തെറ്റായ വിവരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും KK രമ റൂറൽ SPയോട് ആവശ്യപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന വ്യാജ വീഡിയോകളും ഫോട്ടോകളും പ്രചരിക്കുകയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ചോമ്പാൽ ഹാർബറിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. അതിന്റെ ഭാഗമായിട്ട് എല്ലാ ആളുകളോടും വോട്ട് ചോദിച്ചു. നല്ല രീതിയിൽ ഏകദേശം 1 മണിക്കൂറോളം ചോമ്പാൽ ഹാർബറിൽ ഉണ്ടായിരുന്നു. എല്ലാവരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞത്. അതിനുശേഷം ഒരു AI ഫോട്ടോയും വീഡിയോയും പുറത്തു വരികയാണ്. അതിൽ ഹാർബറിൽ വെച്ച് തൊഴിലാളികൾ സ്ഥാനാർത്ഥിയെ തടഞ്ഞു, ഹാർബറിലൊന്നും ചെയ്യാത്തതിന്റെ പേരിൽ തടഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോയും വീഡിയോയും ഞാൻ കരയുന്നത് പോലെയുള്ള ഒരു വീഡിയോ ഒക്കെയാണ്, ഫോട്ടോയാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഇത് തീർത്തും കളവാണ്, വ്യാജമാണ്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണിത്. അത് മാത്രമല്ല, എതിർ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ഉൾപ്പെടെ ഇത് പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥി പര്യടനം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ SPക്ക് കണ്ട് പരാതി കൊടുത്തത്. ഇത് വന്നിട്ട് 3-4 ദിവസമായി. അത് സാധാരണ എല്ലാ ഇത് വരുന്നത് പോലെ മൈൻഡ് ചെയ്യാതിരുന്നതാണ്. പക്ഷെ ഇവർ വളരെ കൃത്യമായി ഇപ്പം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി ആളുകളുടെ ബൈറ്റ് എടുത്ത് ഇത് സത്യമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ റൂറൽ SPക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. ചോമ്പാൽ ഹാർബറിൽ പലതവണ, അവിടെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ചോമ്പാൽ ഹാർബറിൽ പലതവണ നമ്മൾ ബന്ധപ്പെട്ടതാണ്. അത് മാത്രമല്ല, ഹാർബർ വികസിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ നിവേദനങ്ങളായിട്ടും അതുപോലെ സർക്കാർ ചോദ്യങ്ങളായിട്ടും നിയമസഭയിൽ സബ്മിഷനായിട്ടും ഒക്കെ ചോമ്പാൽ ഹാർബറിലെ വിഷയം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അന്ന് മന്ത്രി തന്ന മറുപടി തന്നെ ചോമ്പാൽ ഹാർബറിൽ ഇഷ്ടം പോലെ പണം ചെലവഴിച്ച് അവിടെ ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല, എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ഒരു ഫണ്ട് പോലും സർക്കാർ അവിടെ അനുവദിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളവിടെ അവിടുത്തെ തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അവർക്ക് ലൈറ്റ് വേണമെന്നുള്ളതും അവർക്ക് CCTV വെക്കണമെന്നും. അതിന്റെ ഭാഗമായിട്ട് 2025 അതിനകത്ത് ഫണ്ട് വെച്ചു. അതിന്റെ ഫൈനൽ ടെൻഡർ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ ഇലക്ഷൻ കഴിഞ്ഞാൽ ആ ലൈറ്റും CCTVയും അവിടെ സ്ഥാപിക്കും. അതുപോലെ വടകരയിൽ വലിയ പരാജയം LDF ഏറ്റുവാങ്ങുമെന്നുള്ള പ്രയാസത്തിലാണ് കള്ളപ്രചരണങ്ങൾ നടത്തുന്നതെന്ന് N വേണു പറഞ്ഞു. വടകര മണ്ഡലത്തിൽ CPM വലിയ ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയാണെന്നും വേണു പറഞ്ഞു. വടകരയിലെ വലിയ പരാജയം LDF ഏറ്റുവാങ്ങും എന്നതിൽ നിന്നുണ്ടാകുന്ന പ്രയാസമാണ് ഈ കള്ളപ്രചാര വേലകളും അതുപോലെ മറ്റ് ആക്രമണ പ്രവർത്തനങ്ങൾക്കുള്ള ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. AI ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കുകയും ആ ചിത്രം ഒരു സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന് വേണ്ടി ഉണ്ടാക്കിയ പ്രചരണ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിൽ കേസെടുത്ത് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ SPയോട് ഞങ്ങളുടെ പരാതി ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്, ഇത്തരം വാർത്തകൾ വരുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് ഈ വാർത്ത ഉണ്ടാക്കിയതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ ഒഞ്ചിയം, അതുപോലെ വടകര, അതേപോലെ കുറ്റ്യാടി മേഖലയിലൊക്കെ വലിയ ആക്രമണങ്ങൾക്ക് ഇവർ കോപ്പ് കൂട്ടുകയാണ്. ഇപ്പോൾ കുറ്റ്യാടിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി. അതുപോലെ അവിടെ സ്ഥാനാർത്ഥിയുടെ ബോർഡുകൾ പരസ്യമായി നശിപ്പിക്കുന്ന ഏർപ്പാടുകൾ വന്നു. ഇവിടെ വടകരയിൽ ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് വെള്ളികുളങ്ങരയിൽ എഴുതിയ ഒരു മനോഹരമായ ചുമരെഴുത്ത് കരിയോയിൽ ഒഴിച്ച് തകർത്തത്. യഥാർത്ഥത്തിൽ കരിയോയിൽ ഒഴിച്ച് ബോർഡ് പോയത് കൊണ്ടൊന്നും യഥാർത്ഥത്തിൽ ഞങ്ങൾ വടകരയിലെ വിജയത്തിന് ഒരു പൂർണ്ണമേൽപ്പിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വടകരയിലെ ചില ബൂത്ത് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സംഘടിതമായ ആക്രമണം നടത്തിക്കൊണ്ട്
തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് വേണ്ടിയുള്ള പ്രാഥമിക കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സംഘർഷമുണ്ടാക്കി അതിലൂടെ കൃത്യമായി വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തിൽ എത്താത്ത രൂപത്തിലും ബൂത്തുകൾ അട്ടിമറിക്കാനും വേണ്ടിയുള്ള ശ്രമമാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എസ് പിയോട് പറഞ്ഞത്